മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിലിനെ പ്രതി ചേർത്തതോടെ പ്രതിരോധത്തിലായി CPIM. ആരോപണമുയർന്ന ആദ്യഘട്ടത്തിൽ വീണയ്ക്ക് പ്രതിരോധമുയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. SFI കുറ്റപത്രം മുഖ്യമന്ത്രിക്കും CPIMനുമെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. CPIM പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ SFI കുറ്റപത്രം. വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു തുടക്കം മുതൽ CPIM നേതാക്കളുടെ നിലപാട്. ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതോടെ CPIM നേതാക്കളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. എന്നാൽ അതിനിടെയാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ അനുമതി. BJP വിരുദ്ധ പാർട്ടികളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമെന്ന് പ്രതിരോധമുയർത്തുകയാണ് CPIM. കേസ് CPIMനെതിരെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസായിട്ട് കൈകാര്യം ചെയ്താലും നമുക്കെന്തായാലും പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് ഇനിയും നേരിടും. CPIMന് യാതൊരു പരിഭ്രമവുമില്ലെന്ന് PB അംഗം MA ബേബി പറഞ്ഞു. പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ പാർട്ടിയായ CPIMനെയും കടന്നാക്രമിക്കാൻ ഓരോ പഴുതും അന്വേഷിച്ച് പലരും നടക്കുകയാണ്. അത് ബലപ്പാകാൻ പോകുന്നില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിനെല്ലാം തുറന്നു കാണിച്ച് മുന്നോട്ട് പോകാൻ CPIMനും LDFനും കഴിയും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് ആക്രമണത്തിന്റെ കുന്തമുന നീട്ടുകയാണ് BJPയും കോൺഗ്രസും. വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും തീരുമാനം. മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി, ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടിൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.